അഖില മിസ്സാണ്. സോ എല്ലാവരും എക്സാമിന് വേണ്ടി, ആനുവൽ എക്സാമിന് വേണ്ടി തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മളിതാ ഇന്ന് നോക്കുന്നത് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാല്ലേ. അപ്പൊ മക്കളെ എല്ലാവരും എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഓരോ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇന്റഗ്രേഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, മലയാളത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ചോദ്യങ്ങളും ഇതാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഓടാൻ ഇന്ധനം ആവശ്യമുള്ളവയെ പെട്രോൾ പമ്പിലേക്ക് വരച്ചു ചേർക്കൂ. നമുക്കറിയാം എല്ലാ വാഹനങ്ങൾക്കും എന്ത് വേണ്ട, എല്ലാ വാഹനങ്ങൾക്കും ഇന്ധനത്തിന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലെ. സാധാരണഗതിയിൽ ഇപ്പൊ കാറിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പെട്രോൾ പമ്പിൽ പോവാറുണ്ട് പെട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡീസൽ എന്ത് ചെയ്യണം, നമ്മുടെ വാഹനത്തിൽ വേണം. എന്നാൽ ഇത് ആവശ്യമില്ലാത്ത ആളുകളെയാണ് നമ്മൾ ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ എന്ന് വിളിക്കുന്നത്. അവരെ വരച്ചു ചേർക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ ഇതാ നോക്കുവാണെങ്കിൽ ഇതാ ഈ കാണുന്ന വാഹനം നോക്കിയേ നിങ്ങൾ. ഇയാൾക്ക് ഈ പറയുന്ന ഈ പെട്രോൾ പമ്പിലേക്ക് ഇങ്ങനെ നമ്മൾ വരച്ചു ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. കാരണം ഇയാൾ ആരാണ്? യെസ്, ഇയാൾ ആരാണ്? ഇന്ധനം ആവശ്യമില്ലാത്ത ഒരു വാഹനമാണ്. ഓക്കെ, അടുത്ത ആളെ നോക്കി നിങ്ങൾ. സൈക്കിളാണ്. സൈക്കിളും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നല്ല ഊർജത്തോടു കൂടി എന്ത് ചെയ്താൽ മതി, ഓടിച്ചാൽ മതി അല്ലെ. അദ്ദേഹത്തിനും എന്തിന്റെ ആവശ്യമില്ല, ഈ പറയുന്ന പെട്രോളിന്റെ ഡീസലിന്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞുള്ള ഓട്ടോ ഉണ്ട്, നമ്മുടെ ജീപ്പ് ഉണ്ട്, യെസ് നമ്മുടെ ലോറി ഉണ്ട്. അവരൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് വരച്ചു. ഇവർക്ക് എല്ലാവർക്കും ഇതൊക്കെ വേണം അല്ലെ, എന്നാ മാത്രമേ ഇവരൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അടുത്ത ആളെ നോക്കിയേ നിങ്ങൾ. യെസ്, ഒരു പാവം തോണിക്കാരനുണ്ട്. തോണിക്കാരനെ ഞാൻ അങ്ങോട്ടേക്ക് ഇതാ നേരത്തെ പോലെ ഇങ്ങോട്ടേക്ക് വരയ്ക്കണോ? അങ്ങോട്ടേക്ക് ഞാൻ വരയ്ക്കാനേ പാടില്ല അല്ലെ, അദ്ദേഹത്തിനെ ഞാൻ വരയ്ക്കാനേ പാടില്ല. ഇനി ഇതാ നമ്മൾ ഈ കാണുന്ന വാൻ ആയിക്കോട്ടെ, JCB ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ എന്ത് വേണോടാ? ഇവർക്കൊക്കെ ഇന്ധനം ഉണ്ടോ അല്ലെ, ഇന്ധനം ആവശ്യമാണ്. അപ്പൊ ഇന്ധനം ആവശ്യമില്ലാത്ത കുറച്ച് വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണുന്ന രീതിയിൽ നമ്മൾ 3 പേരെ വരച്ചിട്ടുണ്ട്. ഇനി ഇതല്ലാതെ നമുക്കറിയാം അല്ലെ, ഇപ്പൊ ചങ്ങാടം ആയിക്കോട്ടെ, നമ്മുടെ കാളവണ്ടി ആയിക്കോട്ടെ, കുതിരവണ്ടി ആയിക്കോട്ടെ, ഒക്കെ എന്താണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക കേട്ടോ, ഓർമ്മയുണ്ടാവില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഓരോ ജീവിയെയും അവയുടെ കൂടുകൾക്ക് നേരെ വരച്ചു ചേർക്കാമോ? ഈ ഓരോ ജീവിനെയും എന്ത് ചെയ്യണം, നമ്മള് ഇവരുടെ കൂടിന് നേരെ നമ്മൾ വരച്ചു ചേർക്കണം. ഇപ്പൊ നോക്കിയേ, ആദ്യത്തേത് എലിയാണ് അല്ലെ. എലി എന്ന് പറയുമ്പോൾ എപ്പോഴും എലിമാളം അല്ലേ നമുക്ക് ഓർമ്മയുണ്ടാവുക. അപ്പൊ നമുക്ക് ഇതിനെ നേരെ എന്ത് ചെയ്യാം, മാളത്തിലേക്ക് വരയ്ക്കാം. ഇനി അടുത്തത് കാക്കയാണ്. നമ്മുടെ വീടിന് ചുറ്റും ഒന്ന് നോക്കിയാൽ നമ്മുടെ മരത്തിലൊക്കെ കാക്കയുടെ കൂട് നമുക്ക് കാണാൻ പറ്റില്ലേ. കുറെ ചുള്ളിക്കമ്പൊക്കെ വെച്ചിട്ടാണ് കാക്ക എന്ത് ചെയ്യുന്നത്, കൂട് ഒരുക്കുന്നത്. അപ്പൊ ദാ ഈ കാണുന്നതിലേക്ക് നമ്മൾ കാക്കേനെ വരച്ചു ചേർത്തു. ഇനി ലാസ്റ്റ് കാണുന്ന യെസ് കുരുവിനെ പോലെ ഒരു കിളീനെ നമ്മൾ കാണുന്നില്ലേ. ആ കിളീനെ കണ്ടാലേ നമുക്കറിയാം ദാ ഇങ്ങോട്ടേക്ക്, ഇനി ബാക്കിയുള്ളതും അത് തന്നെയാണ്. അപ്പൊ ആ തൂങ്ങി കിടക്കുന്ന കൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, വരച്ചു ചേർത്തു അല്ലെ. അപ്പൊ ഇങ്ങനെ വരച്ചു ചേർക്കാനുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് അടുത്തൊരു ചോദ്യമുണ്ട്. വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം എല്ലാ വാഹനങ്ങളും എന്തല്ല, ഈ പറയുന്ന പോലെ നമ്മുടെ കരയിലൂടെ സഞ്ചരിക്കുന്നവയല്ല അല്ലെ. ആകാശത്തൂടെ സഞ്ചരിക്കുന്ന വാഹനമുണ്ട്, വിമാനം നമുക്കറിയാം അല്ലെ. അതേപോലെ തന്നെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇല്ലേ. ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും? ദാ ഈ കാണുന്ന ചങ്ങാടം ആയിക്കോട്ടെ, തോണി ആയിക്കോട്ടെ അല്ലെ. മിസ് ഇവിടെ എഴുതാം ചങ്ങാടം അല്ലെ, ചങ്ങാടം. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ തോണി, യെസ്. അതുപോലെ നമ്മുടെ എന്താണ് ബോട്ട് അല്ലെ. ബോട്ടിലൊക്കെ മക്കൾ കയറിയിട്ടുണ്ടാവും അല്ലെ. കപ്പലായിക്കോട്ടെ, ഇവരൊക്കെ പ്രത്യേകത എന്താണ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ നോക്കിയാൽ നിങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എന്തോരം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനിയും നമുക്ക് എന്ത് ചെയ്യണം, കുറെ ചോദ്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ബാക്കി ചോദ്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.